നമസ്കാരം. കർണാടകത്തിൽ ടിപ്പു ജയന്തിയെ ഉപയോഗിച്ച് കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾക്ക് ഒരു മറയിടാൻ ശ്രമിക്കുകയാണ് കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഒരു എം. കർണാടകത്തിൽ ടിപ്പു ജയന്തി ആഘോഷങ്ങൾ പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ഉള്ള ഒരു നീക്കം. കർണാടക നിയമസഭയിൽ കോൺഗ്രസിന്റെ ആയ വിജയാനന്ദ് കശപ്പനവാറാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ടിപ്പു ജയന്തി ആഘോഷങ്ങൾ പുനരാരംഭിക്കണമെന്നാണ് ഇയാളുടെ ഇപ്പോഴത്തെ ആവശ്യം. നമുക്ക് എന്തുകൊണ്ട് ടിപ്പു ആഘോഷങ്ങൾ നടത്തിക്കൂടാ? അത് തെറ്റാണോ? ഇത് ഒരു പ്രീണനവുമായി ബന്ധമില്ല. 2013 നമ്മൾ ടിപ്പു ജയന്തി ആഘോഷിക്കാൻ തുടങ്ങി. അത് പുനരാരംഭിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജയന്തികളും കർണാടകത്തിൽ ആഘോഷിക്കാറില്ലേ? ടിപ്പു സുൽത്താൻ എന്ന ആക്രമണകാരിയെ, ടിപ്പു സുൽത്താൻ എന്ന ഭീകരവാദിയെ സ്വാതന്ത്ര്യ സമര സേനാനികളോടാണ് ഇയാൾ ഉപമിച്ചിരിക്കുന്നത്. വളരെ ഗംഭീരമായൊരു നയമാണ്. കാരണം മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഒരു പ്രീണനത്തിന് ഇങ്ങനെ എന്തെങ്കിലും കർണാടകത്തിലും കാണിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുപ്പറം കുണ്ട്രവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഇത് ചെയ്യുന്നുണ്ട്. കാരണം SDP ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വോട്ട് സ്റ്റാലിന് വേണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റിസിനെ വരെ ഇംപീച്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജഡ്ജിനെ ഇംപീച്ച് ചെയ്യുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ഹിന്ദുക്കൾ കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ തമിഴ്നാട്ടിൽ നടക്കുന്നു. നേരെ മറിച്ച് അവിടെ പശ്ചിമ ബംഗാളിലേക്ക് പോകുമ്പോൾ അവിടെ ബാബറി മസ്ജിദിൻ്റെ പണി പൂർത്തിയാക്കുന്നു. ബാബറി മസ്ജിദിന് വേണ്ടിയിട്ടുള്ള ഒരു സഹകരണങ്ങൾ കൊടുക്കുന്നു. അവിടെ ഹുമയൂൺ കബീർ എന്ന തൃണമൂൽ കോൺഗ്രസ് MLA അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ബാബറി മസ്ജിദ് മുർഷിദാബാദിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ കയറിയ മുസ്ലിം വോട്ടർമാർക്ക്, മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശിൽ നുഴഞ്ഞു കയറിയ ആൾക്കാർക്ക് മമത സംരക്ഷണം കൊടുക്കുന്നു. പിന്നെ കർണാടക മോശക്കാരാവാൻ പറ്റില്ലല്ലോ. ഇന്ത്യ മുന്നണിയിലെ നായക സ്ഥാനത്ത് നിൽക്കുന്ന കർണാടകത്തിലെ കോൺഗ്രസ് അല്ലേ, അവിടെ മോശക്കാരാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടിപ്പു ജയന്തിയെങ്കിലും നടത്തേണ്ടതില്ലേ? അപ്പോൾ അങ്ങനെ നടത്തണം എന്ന് തോന്നി അവർക്ക്. അത് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ഉൾപാർട്ടി പ്രശ്നം കൂടി മറച്ചു വയ്ക്കാനുള്ളൊരു മറയായും കൂടിയാണ് അവരിപ്പോൾ അത് ഉപയോഗിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ടിപ്പു മൈസൂരിലെ കടുവയാണ്. ഇതൊരു മതേതര രാജ്യമാണ്. ടിപ്പു ജയന്തി ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? കർണാടകയിൽ നമ്മൾ ആചരിക്കുന്ന മറ്റ് ജയന്തി ആഘോഷങ്ങൾ പോലെയാണിത്. ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നൊക്കെയാണ്. അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നടത്തുകയും ഒപ്പം ടിപ്പു ജയന്തി ആഘോഷിക്കുന്നതിനെ വല്ലാതെ പുകഴ്ത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഒപ്പം ടിപ്പുവിനെ വല്ലാതെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ടിപ്പു ചെയ്തത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചരിത്രം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും മനസ്സിലാവും. ഇപ്പോൾ NCERT ഒക്കെ ഇസ്ലാമിക ആക്രമണകാരികളുടെ ഒരു ചരിത്രം വളരെ വ്യക്തമായി തന്നെ NCERT ടെക്സ്റ്റിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവർ തിരിച്ചറിയണം ഈ നാടിൽ നടന്ന ഒരു ചരിത്രം, എങ്ങനെയാണ് ഈ നാടിൻ്റെ സംസ്കൃതിയെ മധ്യകാലഘട്ടത്തിൽ ഈ ഇസ്ലാമിക ഭരണാധികാരികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്ന് ഇന്നത്തെ വിദ്യാർത്ഥി പഠിക്കണം. അത് എത്ര നാൾ അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ ആണ് ഈ കാലത്ത് വീണ്ടും NCERT ഇത്തരം ആക്രമണത്തിൻ്റെ ശരിയായ രീതിയിൽ അതിൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് BJPയുടെ താല്പര്യം എന്നാണ് വിജയാനന്ദ് കശപ്പനവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അതിനിടെ ടിപ്പു പൂജ ആഘോഷിക്കാനുള്ള ഏതൊരു നീക്കത്തെയും BJP ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് R. അശോക പറഞ്ഞു. മുസ്ലിങ്ങളോടുള്ള സ്നേഹവും ഹിന്ദുക്കളോടുള്ള വിദ്വേഷവും കാരണം ആണ് ഇത്തരത്തിലുള്ളൊരു ആഘോഷങ്ങൾ അവർ ആഘോഷിക്കാനൊരു ശ്രമം നടത്തുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. 2019 മുസ്ലിങ്ങളോടുള്ള സ്നേഹവും ഹിന്ദുക്കളോടുള്ള വിദ്വേഷവുമാണ് കോൺഗ്രസിനെ ഇത്തരം ആഘോഷങ്ങൾ ഘോഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. 2019 BJP സർക്കാർ ഇത് നിരോധിക്കുന്നത്. കാരണം ടിപ്പുവിനെ പോലുള്ള ഒരു ആക്രമണകാരിയുടെ ജയന്തി ആഘോഷിക്കാനുള്ള ഇടമല്ല. ബാബർ എങ്ങനെയാണോ ഇന്ത്യയെ കണ്ടിരുന്നത്, ഇന്ത്യയിൽ ഒരു തുള്ളി രക്തം പോലും വീഴാൻ പാടില്ല, അങ്ങനെയെങ്കിൽ എനിക്ക് സ്വർഗം ലഭിക്കില്ല, അതുപോലെ ഒരു നയം തന്നെയാണ് ടിപ്പുവും കണ്ടിരുന്നത്. കാരണം ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക, പത്മനാഭൻ്റെ കൊടിമരത്തിൽ എൻ്റെ കുതിരയെ കെട്ടും എന്ന പോലുള്ള തരത്തിലുള്ള വലിയ വാഗ്ധോരണികളും ഒക്കെ ആയിട്ടാണ് ടിപ്പു മുന്നോട്ട് പോയത്. പക്ഷേ കേരളത്തിലേക്ക് ടിപ്പുവിനെ കടക്കാൻ കഴിഞ്ഞില്ല. നല്ല അടിയും വാങ്ങിക്കൊണ്ട് ടിപ്പുവിന് തിരിച്ചു പോകേണ്ടി വന്നു. അതാണ് ചരിത്രം. അപ്പോൾ അങ്ങനെയുള്ള ടിപ്പുവിൻ്റെ ഒരു ജയന്തി ആഘോഷം
ഘോഷിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം ആഘോഷങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകട്ടെ. നമുക്ക് വഴിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്.